ഹലോ, നമുക്കിന്നേ വെൽത്തിനെ പറ്റി സംസാരിക്കാം. വെൽത്ത്, ദീപാവലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ദീപാവലിയുടെ സമയത്ത് എല്ലാവരും ലക്ഷ്മി പൂജ ചെയ്യുന്നു അല്ലേ? മോശമായിട്ടുള്ളതൊക്കെ കത്തിച്ച് കളഞ്ഞ് പഴയതും പറിച്ചതും എല്ലാം കത്തിച്ച് കളഞ്ഞ് പുതിയതാക്കുന്ന സമയമാണ് അല്ലേ? നാട്ടിലേക്ക് അങ്ങനെയല്ലേ എല്ലാവരും. ഇവിടെ എല്ലാം ഒന്നും പുതിയതാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനൊന്നും പുതിയതാക്കിയിട്ടില്ല ഈ വർഷം. കാരണം ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. ആ പ്രോജക്റ്റിനെ പറ്റി 3 മാസത്തിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. ചേച്ചി എന്ത് പ്രോജക്റ്റാണ് ചേച്ചി ഞങ്ങളോട് പറയാമെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ ജനുവരി മാസത്തിൽ ചോദിക്കണം കേട്ടോ എന്നോട്. അങ്ങനെ ചോദിച്ചാൽ മാത്രമാണ് ഞാൻ പറയുള്ളൂ. ആരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. കുറച്ച് പേര് ഓർക്കും, എനിക്കറിയാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അത് 3 മാസം കഴിഞ്ഞ് പറയുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു സമയമുണ്ട്, സാവകാശമുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും, നിങ്ങൾ ചോദിക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ വെൽത്തിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഷ്ടലക്ഷ്മി ഭാവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പണ്ട് കലണ്ടർ വരുമായിരുന്നില്ലേ? അങ്ങനത്തെ കലണ്ടേഴ്സ് ഉണ്ടായിരുന്നു പണ്ട്. മദ്രാസിലൊക്കെ എപ്പോഴും ഉണ്ടാവും അങ്ങനത്തെ കലണ്ടറുകൾ. ഞാൻ എപ്പോഴും കാണാറുണ്ട് അഷ്ടലക്ഷ്മി കലണ്ടർ. അഷ്ടലക്ഷ്മി കലണ്ടറിൽ 8 ലക്ഷ്മിമാരാണ് അതിൽ ഉള്ളതെന്ന് കാണിച്ചിരിക്കുക. അതിൽ ആദ്യം കാണിക്കുന്നത് ആദിലക്ഷ്മി എന്ന് പറഞ്ഞിട്ടാണ്. ആദിലക്ഷ്മി എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, റൂട്ട്സ്, നമ്മളുടെ ഹെറിറ്റേജ്, ഇതൊക്കെയാണ് ആദിലക്ഷ്മി ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ ഹെറിറ്റേജാണ്, കൾച്ചറാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി നമുക്കറിയാലോ, ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക അല്ലേ, കോയിൻസ്. എല്ലാ ലക്ഷ്മിമാരുടെ ഇതിലും കോയിൻസ് വീണുണ്ടാകും. പിന്നെ ധാന്യലക്ഷ്മിയാണ്. ധാന്യലക്ഷ്മി കണ്ടിട്ടില്ലേ? പണ്ട് ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാവും അവിടെ. ആര് വന്നാലും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഫുഡ് ഉണ്ടാവും. പക്ഷെ അവിടെ ധാന്യമാണ് ധനമായിട്ടുള്ളത്. അതും ഒരു വെൽത്തല്ലേ ആ സമയത്തൊക്കെ. അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ കാത്തുരക്ഷിക്കണം എന്ന് പറയും. പിന്നെ ഉള്ളത് ധൈര്യലക്ഷ്മിയാണ്. ഞാൻ എപ്പോഴും പറയണില്ലേ, എൻ്റെ കൂടെ ഉള്ളത് ധൈര്യലക്ഷ്മിയാണെന്ന് ഞാൻ പറയും എപ്പോഴും. ധൈര്യലക്ഷ്മി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒന്നിനും നമ്മൾ പേടിക്കരുത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ. റൈറ്റിയസ് ആയിട്ട് ജീവിക്കുന്നവർക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ലക്ഷ്മിമാരെല്ലാം കൂടെ ഉണ്ടാകും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇറങ്ങി പുറപ്പെട്ട് ഒരു ജോബിന് പോകാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബസ് കയറി എറണാകുളം വരെ പോകാൻ ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളായിരുന്നെങ്കിലേ, പെരുമ്പാവൂരൊക്കെ അങ്ങനത്തെ സ്ത്രീകളൊക്കെ ഉണ്ടാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച പോലെ പോയി എങ്ങനെ പഠിക്കും ആ സമയത്ത്? അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു, ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമായിരുന്നു. അന്നത്തെ കാലത്തെ ബസ്സൊക്കെ കയറി തന്നെ പോകും. ഒന്നും അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യൊന്നുമില്ല. അമ്മ പെരുമ്പാവൂരിൽ നിന്ന് വൈപ്പിലേക്ക് പോകണമെങ്കിൽ എത്ര ബസ് കയറണം എന്ന് പറയട്ടെ, പെരുമ്പാവൂർ ജീവിക്കുന്നവർക്കറിയാം അന്ന് കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, എറണാകുളത്ത് ചെന്നിട്ട് ഇപ്പോൾ കയറിപ്പോയാൽ മതി, ഒറ്റ ബസ് മതി എറണാകുളത്ത് നിന്ന്. അങ്ങനെയും പോവാം. ഞങ്ങളൊക്കെ ഈ വഴിയാണ് പോവാം. ആദ്യം ആലുവയിൽ ചെല്ലണം, ഒറ്റ ബസ്സില്ല. അല്ലാതെ പെരുമ്പാവൂരിൽ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പുണ്ട് ഒക്കൽ, അവിടെ നിന്ന് പെരുമ്പാവൂർ ചെന്നിറങ്ങണം. പെരുമ്പാവൂരിൽ നിന്ന് ആലുവ ബസ് ഉണ്ടാവും. ആലുവ ബസ് കയറി ആലുവ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടാണ് പറവൂർ ബസ്. കാരണം അവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സേ ഉള്ളൂ. അപ്പോൾ പറവൂർ ബസ്സിന് കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ ചെറായി കിട്ടുമായിരിക്കും, പക്ഷേ പറവൂർ ബസ് മിക്കവാറും. പറവൂർ ചെന്നിറങ്ങിയിട്ട് പറവൂരിൽ നിന്ന് ചെറായിക്ക് കയറണം. ചെറായിൽ നിന്നും ചിലപ്പോൾ പറവൂരിൽ നിന്ന് തന്നെ പ്രൈവറ്റ് ബസ്സസ് കിട്ടാറുണ്ട് കേട്ടോ. കോടതിയുടെ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സസിൽ കയറിയിട്ട് വൈപ്പിൻ ബസ്സസ് വരും. അപ്പോൾ ഞാറക്കിലിറങ്ങാം. എത്ര നേരം എടുക്കുന്നറിയാമോ? ഞങ്ങളൊക്കെ രാവിലെ ഒരു 8 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 12:30 ആകും ബസ്സും നോക്കി ഇന്ന്. ബസ് പോയി അവിടെ നിർത്തി. മൈ ഗോഡ്, നമുക്കിപ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത്ര ധൈര്യം വേണം ഒറ്റയ്ക്ക്. പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ അമ്മ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യലക്ഷ്മി വേണം. അടുത്തത് സന്താനലക്ഷ്മിയാണ്. സന്താനലക്ഷ്മി എല്ലാവർക്കും അറിയാലോ, കുട്ടികളുടെ ഇതെന്നുള്ള അർത്ഥം. അത് മാത്രമല്ല, സന്താനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സന്താനം. ഇപ്പോൾ എൻ്റെ സന്താനങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ മകൾ മാത്രമല്ല, നിങ്ങളെല്ലാം, ദ ട്രൈബ്. അവരുടെ കൂടെ ഒരു ട്രൈബ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രൈബ് എന്ന് പറയുന്നത് എൻ്റെ തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ എന്നെ കേൾക്കുള്ളൂ, എന്നോട് ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ ആ ഒരു ട്രൈബ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സന്താനലക്ഷ്മിയും കൂടെ ഉണ്ട് കേട്ടോ. സന്താനലക്ഷ്മിയും കൂടെ ഉണ്ട്. പിന്നെ അടുത്തത് സൗഭാഗ്യലക്ഷ്മി. അതിന് സൗഭാഗ്യം എന്ന് മാത്രമല്ല പറയാം, ഗജലക്ഷ്മി എന്ന് പറയും. നമ്മുടെ ഇങ്ങനെ 2 ആനകൾ നിൽക്കുന്നത് അല്ലേ. എൻ്റെ അമ്മയുടെ വീട്ടിൽ പൂജാ റൂമിൻ്റെ അവിടെ അമ്മമ്മയ്ക്കൊരു പൂജാ റൂമുണ്ട്. അതിനകത്ത് ഈ സൗഭാഗ്യലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിരുന്നത്. ഞാൻ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ആ പൂജാ റൂമിൻ്റെ സൈഡിലൊരു പായൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കിടക്കുമ്പോൾ ഈ വാതിക്കൽ ഇത് കാണാം. കാരണം അത്ര സ്പേസ് ഉള്ളൂ. എല്ലാവരും കൂടെ വരുമ്പോഴേ അമ്മമ്മയുടെ അവിടെ, വീട്ടിൻ്റെ അവിടെ, അമ്മമ്മയുടെ കട്ടിലിൻ്റെ പുറയിലായിട്ടൊരു ഇതുണ്ട്. അവിടുത്തെ ഡോറൊക്കെ ഇല്ലേ, ഫുൾ ഈട്ടിയുടെ ഡോറൊക്കെയാണ്, നല്ല ഭംഗിയാണ്.
അവിടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ 2 ആനകൾ ഇങ്ങനെ നിൽക്കുന്നു. അവിടെയും ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു, അഭയഹസ്തവും പിന്നെ ഇങ്ങനെ തരുന്ന ഹസ്തവും ഉണ്ട് കേട്ടോ. വെയിറ്റ്, ഞാൻ തരാം, ദാ തന്നു എന്നാണ് ഇത്. വെയിറ്റ് എന്നല്ലേ അഭയഹസ്തം, അതായത് നമ്മൾ അഭയം പ്രാപിക്കുക. അടുത്തത് വന്നിട്ട് വിദ്യാലക്ഷ്മി. അപ്പോൾ എത്രണേ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ആദി പറഞ്ഞു, ധനം പറഞ്ഞു, ധാന്യം പറഞ്ഞു. ആദി, ധനം, ധാന്യം, ധൈര്യം, പിന്നെ എന്ത് വരുന്നു പറഞ്ഞാൽ സന്താനം. അപ്പം 5-മത്തെ സന്താനം. 6-മത്തെ ഗജലക്ഷ്മി, അതായത് സമൃദ്ധി, സൗഭാഗ്യലക്ഷ്മിനെയാണ് ഗജലക്ഷ്മി എന്ന് പറഞ്ഞത്. അപ്പോൾ 6 ആയി. പിന്നെ വന്നിട്ട് അടുത്തത് ഞങ്ങളുടെ അമ്മച്ചി വിജയലക്ഷ്മി, അല്ല അടുത്തത് അമ്മച്ചിയല്ല, വിദ്യാലക്ഷ്മിയാണ് അടുത്തത്. സരസ്വതി, വിദ്യാലക്ഷ്മിയും ഉണ്ട് കൂടെ. വിദ്യാലക്ഷ്മിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇത് ഈ വിദ്യാലക്ഷ്മിയും കൂടെ ഉണ്ട് എങ്കിൽ അടുത്ത ലക്ഷ്മി നിങ്ങൾക്ക് സുനിശ്ചിതം, വിജയലക്ഷ്മി. എൻ്റെ ജീവിതത്തിൽ ഉറപ്പാണല്ലോ, എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ വിജയലക്ഷ്മി. അമ്മച്ചിയുടെ പേര് വിജയലക്ഷ്മി എന്നാണ്. സക്സസ്, അരവിന്ദൻ്റെ അമ്മയുടെ പേര് സക്സസ്ഫുള്ളാണ് കേട്ടോ അമ്മച്ചി എന്ന് പറഞ്ഞാൽ. നല്ല മക്കളല്ലേ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ സക്സസ്. എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ മദറിനിലോ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ഒരു പരാജയമൊന്നുമല്ല. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നടത്തുന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് ഇൻ ഹെർ എന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും. എന്തോ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഡിസിപ്ലിൻ വഴിയാണെന്ന് തോന്നുന്നു ഇതെല്ലാം വന്നിരിക്കുന്നതല്ലേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിലും അത് അറിവില്ലായ്മ കൊണ്ട്, ഇങ്ങനെ നാവ് പിഴ കൊണ്ട് വരുന്ന ദൂഷ്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്താ പറയുക, വിജയം കൈവരിച്ച ഒരു പാർട്ടിയാണ് വിജയലക്ഷ്മി. അപ്പോൾ എല്ലായി 8 ലക്ഷ്മിമാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഈ ലക്ഷ്മിമാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയട്ടെ. നിങ്ങളുടെ നാക്ക് കൊണ്ട് അവരെ ഓടിച്ചു വിടുന്ന രീതിയിലുള്ള ഒരു കാര്യവും പറയരുത് കേട്ടോ. ഒരു ഇതിൽ ഞാൻ കേട്ടതാണ്, ഒരു ടോക്ക് ഷോയിൽ വാസ്തുവിനെ പറ്റി പറയാനായിട്ട് ഒരു വാസ്തു ആചാര്യൻ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ആളല്ല കേട്ടോ, ഹിന്ദിയിലാണ് പറയണത്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളവർ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പേരറിയില്ല എനിക്ക്. ഹിന്ദിയിൽ പറയണം. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇവിടെ പറയണം എന്ന്. അദ്ദേഹം പറയുന്നത്, നമ്മൾ കണ്ടിട്ടില്ലേ ഈ നല്ല വീടൊക്കെ വെച്ചിട്ട് നല്ല 2 ഗണപതിയുടെ നല്ല വിഗ്രഹം കൊണ്ടുവന്ന് വാതിക്കെ തന്നെ ഇങ്ങനെ, വിഗ്രഹമല്ല ദാരുശില്പങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കടഞ്ഞെടുത്തത് വാൾ ഹാങ്ങിങ് പോലെ 2 ഡോറിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ടാവും. ഡോണ്ട് ഡൂ ദാറ്റ് എന്ന്. ഗണപതി കോപിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗണപതി ദ്വാരപാലകനല്ല. ഗണപതി വന്നിട്ട് നമ്മുടെ വീട് നോക്കാനുള്ള ആളല്ല എന്നാണ് പറയുന്നത്. ഗണപതി വിഘ്നങ്ങളില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അകത്താണ് നമ്മൾ ഒരു പൂജാ റൂമിനായാലോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിലോ ഒക്കെയാണ് ഗണപതിയെ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ചോണേ. അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വെൽത്തിൻ്റെ കാര്യവും വാസ്തുവൊക്കെ ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് ശ്രദ്ധിച്ചോളൂ. പിന്നെ വേറെ എന്തായിരുന്നു, അപ്പോൾ ഹിന്ദുസിൻ്റെ വീടാണെങ്കിലില്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്വസ്തിക്കില്ലേ, സ്വസ്തിക് അത് വെക്കുന്നത് നല്ലതാണെന്ന്. സ്വസ്തിക് അറിയാലോ അല്ലേ, ഇങ്ങനെ എല്ല് പോലെ ഇങ്ങനെ ക്രോസ്ഡ് ആയിട്ട് ഇങ്ങനെ വരത്തില്ലേ, അത് ഇങ്ങനെ 4 ഡോട്ട് അവിടെ ഇവിടെയൊക്കെ. ഹിന്ദി ആൾക്കാരുടെ ഒക്കെ വീടിൻ്റെ വാതിക്കൽ അവർ ഇത് ഓസ്പീഷ്യസ് ഡേയ്സ് ഒക്കെ അവർ വരച്ചു വെക്കും, അത് കുങ്കുമമൊക്കെ വെച്ചിട്ട്. അത് നമ്മളെ അത്രയും സൗത്ത് ഇന്ത്യയിൽ അത്ര കണ്ടിട്ടില്ല, പക്ഷെ അത് ഭയങ്കര നല്ലതാണെന്നും. അത് വെച്ചോളൂ കേട്ടോ. അതിങ്ങനെ വാൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് ഇതൊക്കെ നന്മ കൊണ്ടുവരുന്ന സാധനമാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നേ. ഞാനും അങ്ങനെ വിചാരിച്ചു വെച്ചേക്കണേ. ഇപ്പം ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല, പുറത്ത് അതൊന്നും വെക്കാൻ പാടില്ല. റിലീജിയസ് സിംബൽസ് ഒന്നും ഇവിടെ വെച്ചുകൂടാന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും അത് ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് സങ്കടം ഉണ്ടാകുന്നു, ഇവിടെ നമുക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ അത് ഓരോരുത്തരുടെ റിലീജിയൻ അവർ കാത്തു സൂക്ഷിക്കുന്നതാണ്, അവരുടെ കൺട്രിയാണിത്. ഇവിടെ വന്നിട്ട് നമ്മളതൊന്നും കാണിക്കരുതല്ലോ. അപ്പോൾ അതൊരു കാര്യം കേട്ടോ. അപ്പോൾ ലക്ഷ്മി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അതിലൊന്ന്, ഈ ഫിൽത്തി ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും ഇങ്ങനെ തെറി ലാംഗ്വേജ് പറയുന്ന ആൾക്കാർ. അയ്യോ, ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യും എല്ലാത്തിനും. നല്ല കാര്യം പറയാനാണെങ്കിലും അതൊരെണ്ണം യൂസ് ചെയ്യും. കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന അതുപോലെ ഈ അമേരിക്കൻ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അവരാണ് അധികവും ഇങ്ങനെ, അമേരിക്കൻസാണ് അങ്ങനത്തെ ലാംഗ്വേജസ് ഇംഗ്ലീഷിൽ അധികവും യൂസ് ചെയ്യുന്ന കണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് നമ്മുടെ മക്കളും അതൊക്കെ പഠിച്ചിട്ട് ദിസ് ഇസ് സംതിങ് കൂൾ എന്ന് പറഞ്ഞിട്ട് അത് പറയും. ഇറ്റ്സ് നോട്ട് കൂൾ. യു ഷുഡ് നോട്ട് യൂസ് ദിസ് കൈൻഡ് ഓഫ് കസ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് വെൽത്ത്. ആ വേർഡ് തന്നെ പറഞ്ഞു തരണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയുകയാണെ. എനിക്ക് ഇഷ്ടമല്ല അത് ഒന്നിച്ച് പറയാനായിട്ട്. ഫിൽത്തി റിച്ച് എന്ന് പറയും. ഓ മൈ ഗോഡ്, ദാറ്റ് ലേഡി ഈസ് ഫിൽത്തി റിച്ച് അങ്ങനെ പറയും ആൾക്കാർ. അങ്ങനെ പറയാൻ പാടില്ല. ഫിൽത്ത് എന്ന് പറയുന്നത് എന്താ? അഴുക്ക്. ആ അഴുക്കാണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്? നമ്മൾ ഗോഡസിനെയാണല്ലോ ഹിന്ദുസിൻ്റെ ഇതിൽ കേട്ടോ ഞാൻ പറയണേ, ഗോഡസ് എന്നാണല്ലോ, മഹാലക്ഷ്മി എന്നാണല്ലോ പറയുക വെൽത്തിന്. അല്ലെങ്കിൽ തന്നെയും വെൽത്ത് പ്രോസ്പെരിറ്റിയാണ്. മറ്റുള്ള റിലീജിയനിലുള്ളവർക്കാണെങ്കിലും വെൽത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ വെൽത്ത്, റിച്ച്നെസ്.
പണം, ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവണം നമുക്ക് നല്ലപോലെ ജീവിക്കാനായിട്ട്. അത് മെയിനായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ദേ ഷുഡ് നെവർ ഡിസ്ക്രൈബ് വെൽത്തി പീപ്പിളിനെ അങ്ങനെ ദാറ്റ് ഗൈ ഈസ് വെൽത്തി റിച്ച് മൈ ഗോഡ് ഇങ്ങനെ പറയും. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഒരു അഴുക്കായിട്ടുള്ള രീതിയിൽ പണം സമ്പാദിച്ചവരെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പണ്ട് ഇങ്ങനെ അങ്ങനത്തെ മൂവീസിലൊക്കെ ഇല്ലേ അങ്ങനത്തെ അങ്ങനത്തെ ദാറ്റ്സ് ഫിൽത്തി മണി എന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അഴുക്ക് രീതിയിൽ സമ്പാദിച്ച അത്ര കറക്റ്റായിട്ടുള്ള രീതിയിൽ സമ്പാദിച്ച പൈസ എല്ലാത്തതിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷെ അതിങ്ങനെ വന്ന് ഡൈല്യൂട്ടായിട്ട് വളരെയധികം റിച്ച്നെസ്സും വളരെയധികം വെൽത്തിയുമായിട്ടുള്ള ആൾക്കാരനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു. നെവർ യൂസ് ചെയ്യരുത് കേട്ടോ. അതേപോലെ ഒബ്നോക്ഷ്യസ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡും പറയും. ഷീ ഈസ് ഒബ്നോക്ഷ്യസ്ലി വെൽത്തി എന്ന് പറയും. ഇത് നോക്കിക്കോളൂ, അതിൻ്റെ സ്പെല്ലിങ് OBNOXIOUSLY കറക്റ്റ് ആയിരിക്കണം. ഒബ്നോക്ഷ്യസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡാണ്. ആ നെഗറ്റീവ് തിങ്സ് എന്തിനാണ് നമ്മൾ വെൽത്തുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത്? വെൽത്തുമായിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ നെഗറ്റീവ് വേർഡ്സ് നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം? they are prosperous, they are very much prosperous in their life, they are very rich അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആ അഡ്ജക്റ്റീവ് യൂസ് ചെയ്താൽ മതിയല്ലോ. ആ വെരിയിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ പറയുമ്പം അത് ആ റിച്ച്നെസ് നമുക്ക് മനസ്സിലാവില്ല. എന്തിനാണ് ഈ വേർഡ് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി കയറ്റുന്നത് അല്ലേ? യു ഷുഡ് നെവർ ഡു ദാറ്റ് കേട്ടോ. പിന്നെ എന്തായിരുന്നു? അപ്പോൾ അത് ഉപയോഗിക്കരുത്. ദാറ്റ് ഈസ് നമ്മൾ എപ്പോഴും ഒരു വളരെ ഭവ്യമായിട്ട് പൊലൈറ്റ്നെസ്സോടുകൂടി അവരെ ആ ലക്ഷ്മി ദേവിയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വളരെ നല്ല വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലേതെങ്കിലും ഒരു അമ്മൂമ്മ നിങ്ങൾ ആ വഴിക്ക് പോകുന്ന സമയത്തൊക്കെ എടി ഇവിടെ വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, സ്നേഹശാസനയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. എടി കേട്ടില്ലേ ഞാൻ വിളിക്കുന്നത്, ഒന്ന് വന്നേടി നിന്നൊന്ന് കാണട്ടെ എന്ന് പറയും ചിലർ. ഡി പറഞ്ഞ് വിളിക്കും. ചിലതുങ്ങൾ എക്സ്ട്രീംലി വേർഡേ എടി പട്ടിച്ചി ഞാൻ വിളിച്ചത് കേട്ടില്ലേ എന്ന് ചോദിക്കും. ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ വേർഡ് പറയാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അത് നമ്മളാരും ഉപയോഗിക്കൂലല്ലോ സാധാരണ രീതിയിൽ. കുഞ്ഞുങ്ങളെ ആരെങ്കിലും അങ്ങനെ വിളിക്കുമോ? അങ്ങനത്തെ ചില അമ്മമാരുണ്ട് നാട്ടിൻ പ്രദേശത്തൊക്കെ. അത് എന്താണെന്നറിയില്ല. അവരൊരു വലിയ മെട്രിയാർക്കും നമ്മളെന്തോ അവരുടെ അടിയാളന്മാർ പോലെയാണ്. ഈ വീട്ടിലുള്ള അമ്മമ്മമാർ തന്നെ ഞാൻ പറയണേ, ഈ വല്യമ്മച്ചിമാരൊക്കെ അങ്ങനെ പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണല്ലേ അങ്ങനെ യൂസ് ചെയ്യുന്നത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ആ വേർഡ്സൊക്കെ യൂസ് ചെയ്ത് പെൺകുട്ടികളെ വിളിക്കുന്നതും. അവർക്ക് എന്തോ ഒരു സുഖമാണ്. ഞാൻ ആരോ ആണ്, ഞാൻ എല്ലാം നേടിയ ആളാണ് വന്നിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും കുഞ്ഞുമക്കളെ അങ്ങനെ വിളിക്കരുത് കേട്ടോ. കുഞ്ഞുമക്കളെയും ചെറുപ്പക്കാരികളെയൊക്കെ അങ്ങനെ വിളിക്കുന്ന അമ്മമാരുണ്ട്, അവരുടെ കീഴിലാണെന്ന് കാണിക്കാൻ വേണ്ടി. ഷുഡ് നെവർ ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം ആ വീടിൻ്റെ പരിസരത്ത് കൂടി പോവോ? അയ്യോ ഞാനൊന്നും കയറണില്ല കേട്ടോ, അയ്യോ ആ തള്ള ഇങ്ങനെ വിളിക്കുള്ളൂ എന്ന് നമ്മളും അങ്ങനെ പറയും അല്ലേ? അവരുടെ അടുത്ത് ഞാനില്ല വരാനായിട്ട്. ഷെടാ എൻ്റെ പിന്നെ അവരുടെ ചീത്ത കേൾക്കാനാ? എന്തിനാണ് അവരുടെ ചീത്ത കേൾക്കേണ്ടത്? അവരെന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നത്? നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പ്രായം ചെന്ന ഒരു അമ്മയല്ലേ, കണ്ടേക്കാം ചിരിച്ചേക്കാം എന്ന് കരുതി ആ പരിസരത്ത് പോയി ഇങ്ങനത്തെ വർത്താനം പറയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു വേർഡ്സ് നമ്മൾ ഈ വെൽത്തിന് പ്രോസ്പെരിറ്റിക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കരുത്. ഈ അമ്മൂമ്മമാരെ നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകുന്ന പോലെ നമ്മൾ പൊയ്ക്കളയും അല്ലേ? അപ്പോൾ പിന്നെ പറയുന്നത് ലക്ഷ്മി എങ്ങനെയുള്ള സ്ഥലത്താണ് നിൽക്കുക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഗ്രേറ്റ്നെസ് ആയിരിക്കണം എപ്പോഴും, നമ്മൾ ഗ്രേറ്റ് വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും നമ്മളെപ്പോഴും എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കണം. എല്ലാത്തിനും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ നന്ദിയുള്ളവരാണെങ്കിലും മാത്രമാണ് ദേവിക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അമ്മ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ അമ്മയാണെങ്കിലും ഇപ്പം നമ്മൾ എല്ലാ ദിവസവും അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുത്തിട്ട് എനിക്കൊന്ന് വൈകിട്ട് അമ്മ എല്ലാ ദിവസവും അമ്മയുടെ കാര്യം നോക്കൽ തന്നെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? നമ്മളുടെ അമ്മയ്ക്കാണെങ്കിലും നീ എനിക്ക് തരിക വേണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിളക്ക് കത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദൈവമേ സമയം കിട്ടിയില്ല, എന്തെങ്കിലും ഒരു പായസം പോലെ എന്തെങ്കിലും കൊടുക്കണമല്ലോ, ദേവിക്ക് അർച്ചന ചെയ്യാൻ സമയം കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഞങ്ങളുടെ വീടുകളിൽ അങ്ങനെ അർച്ചന ഇതൊന്നും ഇല്ല പറഞ്ഞ് അങ്ങനെ ചില കമ്മ്യൂണിറ്റിയിൽ അവർ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു പുഷ്പമെങ്കിലും വെച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിന് പോയി ഒരു പുഷ്പം വെച്ചിട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ പറയുമ്പോൾ ഇല്ലേ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അത് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ആ ചെയ്യുന്ന പ്രവൃത്തി, അതായത് പുഷ്പം വെക്കുകയാണെങ്കിൽ അതിനൊരിത്തിരി സമയമെടുത്ത് പേഷ്യൻസോടുകൂടി ചെയ്യണം. വെയിറ്റ് എന്താണ് പറയുന്നത്, പേഷ്യൻസ്. എൻ്റെ എങ്ങനെയല്ലേ നിൽക്കുക ദേവി? ഇങ്ങനെ നിൽക്കും അല്ലേ,
ഇങ്ങനെ വെച്ചിട്ട് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ. അപ്പോൾ അഭയഹസ്തം, നമ്മൾ അഭയമുദ്ര കാണിക്കുകയാണ്. വെയിറ്റ് എന്നും അതിനർത്ഥമുണ്ട്. നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം, പേഷ്യൻസ് ഉണ്ടാവണം നമ്മളിൽ. അപ്പോൾ ഒരു പുഷ്പം നമ്മൾ വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസോടുകൂടി വെക്കണം. അത് എല്ലാ ദിവസവും തരണം എന്ന് അമ്മ വിളിച്ച് ചോദിക്കുന്നൊന്നുമില്ലല്ലോ, അല്ലേ? അമ്മ എനിക്ക് വച്ചിട്ട് വേണം കേട്ടോ, അങ്ങനെ നമ്മൾ പറയും. നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പോൾ ദീപാവലി കഴിഞ്ഞ സമയമായതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ എന്നും ഐശ്വര്യം വിളങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ലക്ഷ്മി ദേവിയെ പിണക്കാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും കുഞ്ഞിതായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ കിട്ടുകയാണെങ്കിലേ അവരുടെ മനസ്സ് നിറയാൻ തക്ക വിധത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാം. നിങ്ങൾ പറയും ആർക്കും ഒന്നും കൊടുത്ത് നിറയ്ക്കാൻ പറ്റില്ല മാഡം. പറ്റും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, പറ്റും. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഫുഡാണെങ്കിൽ നല്ല ഫുഡ്, നിങ്ങളൊരു നല്ല ഹൈ ക്ലാസ് ഫുഡ് ഒരാൾക്ക് മേടിച്ചു കൊടുത്ത് നോക്കിയേ. അത് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക്, എക്സാമ്പിളായിട്ട് പറയണം കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ജോലിക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നൊരു നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകൂ. ഒരു സൺഡേ മാസം ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അവരെ കൊണ്ട് ഫുൾ പണിയെടുപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അവരെ ഒന്ന് കൊണ്ടുപോയി നോക്കൂ. കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആ റെസ്റ്റോറൻറ്റിൽ ചിലപ്പോൾ 800 രൂപയായിരിക്കും ഒരു ബുഫേക്ക്. അവരെ ഒന്ന് കൊണ്ടുപോയി നോക്കിക്കേ. ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും കാണിക്കാം ദേവിയുടെ അടുത്ത് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷെ അത് ആർക്ക് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. അപ്പോൾ നാളെ വീണ്ടും വരാം. ഇനിയും ഉണ്ട് കുറച്ചുകൂടി ടിപ്സ് ലക്ഷ്മിയെ പറ്റി തന്നെ. നാളെ പറയാം കേട്ടോ. വലിയ വീഡിയോ ആയി പോകുന്നു. ഓക്കെ, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഇനിയും കൂടട്ടെ അല്ലേ. നിങ്ങളെല്ലാം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടുണ്ടല്ലോ എനിക്ക് കൂടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യുന്നതിന് ആത്മാർത്ഥത പുലർത്തുക. അതുപോലെ താങ്ക് യു. എല്ലാവർക്കും നന്ദി.